സന്യാസം സ്വീകരിച്ച മുൻ ബോളിവുഡ് താരം മമത കുൽക്കർണി. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ വെച്ചാണ് താരം ആത്മീയതയുടെ പാത തിരഞ്ഞെടുത്തത്. ഇനി മുതൽ മമത നന്ദഗിരി എന്നറിയപ്പെടും. 90കളിൽ ബോളിവുഡിനെ ഇളക്കിമറിച്ച താരമാണ് മമത. ഗ്ലാമർ വേഷങ്ങളിലൂടെ യുവാക്കളുടെ ഹരമായി മാറിയ താരം റിയൽ ലൈഫിൽ കാഷായ വേഷത്തിലേക്ക് മാറിയത് ആരാധകർക്കും ഞെട്ടലുണ്ടാക്കുകയാണ്. 2000ന്റെ തുടക്കം വരെ ബോളിവുഡിൽ സജീവമായിരുന്നു താരം. 1991 തമിഴ് ചിത്രമായ നൻബർകൾ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം. പിന്നീട് ഹിന്ദിയിലും ചുവടുറപ്പിച്ചു. കൈനിറിയ ചിത്രങ്ങളുമായാണ് പിന്നീട് താരം തിളങ്ങിയത്. ചന്ദമാമ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അഭിനയിച്ചു. എന്നാൽ വിവാഹത്തിന് പിന്നാലെ പതിയെ സിനിമകളിൽ നിന്നും അപ്രത്യക്ഷമായി. 2016 താനെയിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമത കുൽക്കർണിയും ഭർത്താവും അറസ്റ്റിലായതോടെ വീണ്ടും വാർത്തകളിൽ താരം നിറഞ്ഞുനിന്നു. 2000 കോടി രൂപയുടെ ലഹരിമരുന്ന് കേസിലാണ് അറസ്റ്റിലായത്. എന്നാൽ കോടതി ഈ കേസ് റദ്ദാക്കി. വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്ന മമത ഏറെ കാലമായി വിദേശത്തായിരുന്നു. ജനുവരി 24-നാണ് മഹാകുംഭമേളയിൽ കിന്നർ അഖാഡിയിലെത്തി ആചാര്യരെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം മമത സംഗമത്തിലെ പുണ്യജലത്തിൽ മുങ്ങിയത്. 52-കാരിയായ മമത 2 വർഷമായി കിന്നർ അഖാഡയുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു. 25 വർഷത്തിനു ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് മമത സന്യാസം സ്വീകരിച്ചത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.